ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ചെറിയ വാർത്തയുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. വീണാൽ എന്താ, താഴേൻ്റെ ഉപ്പായില്ലേ. കാസർഗോഡാണ് സംഭവം. മകളോട് അപ്പം പറഞ്ഞു ടർസിക്ക് ഏണി എടുത്ത് തരാൻ. മകൾ മൻസൂര 36 വയസ്സുണ്ട്. അപ്പൻ മുസ്തഫ താഴെ നിൽക്കുകയാണ്. മകൾ ഏണി എടുത്ത് താഴെ നിൽക്കുന്ന അപ്പന് കൊടുത്തു. പക്ഷേ ഏണിക്ക് ഭാരക്കുള്ളായതുകൊണ്ട് അവളുടെ ബാലൻസ് തെറ്റിയിട്ട് മൻസൂര താഴേക്ക് വിടാം. നിമിഷങ്ങൾക്കുള്ളിൽ അപ്പന് ഏണി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് മകളെ 2 കായലിങ്ങനെ എടുക്കുക. അങ്ങനെ അത്ഭുതകരമായിട്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു, പരുക്കുകളൊന്നുമില്ലാതെ. തീർച്ചയായിട്ടും മൻസൂര തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്റ്റാറ്റസ് ഇടാൻ പോകുന്നത് ഫീലിംഗ് ബ്ലെസ്ഡ് എന്നായിരിക്കും. ഫീലിംഗ് ബ്ലെസ്ഡ് എന്നത് ഗോസ്പലിൽ ഈശോ പറയുന്നത് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഈ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടാകുമ്പോൾ, പട്ടിണിയാവുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ചിന്തിക്കുക, നിങ്ങളൊക്കെ ബ്ലെസ്ഡ് ആണ് എന്ന് ആണ് ഈശോ പറയുക. എങ്ങനെയാണ് ജീവിതത്തിൽ സങ്കടങ്ങൾക്കിടയിൽ, ദുരന്തങ്ങൾക്കിടയിൽ നമുക്ക് ഫീലിംഗ് ബ്ലെസ്ഡ് എന്ന് പറയാൻ പറ്റുക? ഇത്രയേ ഉള്ളൂ. വീണാൽ എന്താ, താഴേൻ്റെ ഉപ്പായില്ലെന്ന ചിന്തയാണ്. വീണാൽ എന്താ, എന്നെ താങ്ങി പിടിക്കാനൊരു ദൈവം ഉണ്ടെന്നുള്ള ചിന്തയുണ്ടല്ലോ. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ എത്ര സങ്കടങ്ങൾക്കിടയിലും ഫീലിംഗ് ബ്ലെസ്ഡ് എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാൻ പറ്റും നമുക്ക്.